ഹോണറിൻ്റെ ഹോണർ മാജിക് പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് പാഡ് 3 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ മാജിക് പാഡ് 3ൽ 13.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 3.2K റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3200x2136 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് ഏകദേശം 35,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ ഓക്കെയാണ്. AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നതിൽ നന്നായനെ എന്നുള്ളൂ, പക്ഷേ LCD പാനൽ ഓക്കെയാണ്. പിന്നെ 165 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1000 nits ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 595 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.79 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ കീബോർഡിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാജിക് പെൻസിൽ 3യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മിക്കവാറും സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നുമല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. 35,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 1TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 13 ലേഡ് ഐ സീൽഡ് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹീറ്റ് ഡിസപ്പിയേഷൻ ഏരിയ വരുന്നത് 38,773 mm² ആണ്. പിന്നെ ഇതിൽ ഡ്യുവൽ ഡയറക്ഷണൽ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫൈൻ ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 8 സ്പീക്കേഴ്സ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. Android 15 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP f2.0 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 2 MP f2.4 വരുന്ന മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 9 MP f2.2 വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല, അതുകൊണ്ട് തന്നെ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഒന്നും ടാബുകളുടെ കാര്യത്തിൽ ആവശ്യമില്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോണുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ടോട്ടലി ഓക്കെ ആണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 12,450 mAh ബാറ്ററിയാണ് ഈ ഒരു ടാബിൽ വരുന്നത്. പിന്നെ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. Type C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും വരുന്നുണ്ട്, നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 35,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്, നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. മൊത്തത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ടാബ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഒരു 45,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ടാബിൻ്റെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും ഹോണർ മാജിക് പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.